ഈ വിഷയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്, ഇങ്ങനെ ഒരു അജണ്ട മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം ഉന്നയിക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് SDPI ആണ്, പോപ്പുലർ ഫ്രണ്ട്. അവർ PFI നിരോധിക്കുന്നതിന് മുമ്പ് അവരൊന്ന് വലിയ റൂട്ട് മാർച്ചൊക്കെ നടത്തിയായിരുന്നു. മലപ്പുറം ജില്ലയെ വിഭജിക്കണം, തിരൂര് കേന്ദ്രമായിട്ട് വേറെ ജില്ല പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. SDPIയുടെ മുദ്രാവാക്യത്തിന് രണ്ടാമത് മൈലേജ് കൊടുക്കുന്നത്, ഇന്ധനം ഒഴിച്ചു കൊടുക്കുന്നത്, പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നത് PV അൻവറാണ്. അങ്ങനെ ഒരു ജില്ലാ വിഭജനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ക്ലാഷ് ഉണ്ടാവും. അതിനകത്ത് കമ്മ്യൂണലായിട്ടുള്ള ഇഷ്യൂസ് വരെ വരും. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളല്ല, കളക്ട്രേറ്റ് വരും, SP ഓഫീസ് വരും, മെഡിക്കൽ കോളേജുകൾ വരും, ജില്ലാ കോടതി വരും, ജില്ലാ ഓഫീസുകൾ വരും, ഇതൊക്കെ വരും. അപ്പം ഞാൻ പറയട്ടെ, സ്റ്റേറ്റുകൾ വിഭജിക്കുകയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഇത്രയും ജനസംഖ്യയുള്ള 80 ലോക്സഭാ സീറ്റുള്ള 2410 ലക്ഷം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിനെ ഒരു 7 വിഭജിച്ച് കഴിഞ്ഞാൽ 7 സെക്രട്ടേറിയറ്റ് വരും, 7 DGP വരും, 7 ചീഫ് സെക്രട്ടറി വരും. പത്തനംതിട്ടക്കാരും ബാക്കിയുള്ളവരും ഒക്കെ കൃത്യമായിട്ട് ജനന നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തി ആധുനിക കാലത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ 8ഉം 10ഉം പ്രസവിക്കുന്നു എന്ന് പറയുന്ന അതേ ഭാഷ ഇവിടെ പ്രയോഗിക്കേണ്ടി വരും. അങ്ങനെ വന്നിട്ട് അതുകൊണ്ടാണല്ലോ 12 മണ്ഡലം 16 മണ്ഡലം ആവുന്നത്. അതുകൊണ്ടാണല്ലോ അപ്പുറത്തെ മണ്ഡലം കുറഞ്ഞത്. അപ്പോൾ ഈ ജില്ലയെ വിഭജിക്കണം എന്ന ആവശ്യം ന്യായയുക്തമല്ല. രാജൻ, നമസ്കാരം. നമസ്കാരം. രാജൻ ഭായി, ഇപ്പം മലപ്പുറം ജില്ല വിഭജിച്ച് 2 ജില്ലയാക്കണം എന്നുള്ളൊരു ആവശ്യം അത് ആദ്യമായിട്ട് മുൻപോട്ട് വെച്ചിരിക്കുന്നു അൻവറൊക്കെയാണ് മുമ്പോട്ട് വെച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ അത് UDF-നകത്ത് വളരെ വലിയ ചർച്ചയായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. മലപ്പുറത്തെ 2 ജില്ലയാക്കി വിഭജിക്കാനും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ ആക്കം കൂട്ടാനും വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ 2 ജില്ലയാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ നോക്കിക്കാണുന്നത് UDF-ന്റെ തീരുമാനത്തെ? ഈ വിഷയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്, ഇങ്ങനെ ഒരു അജണ്ട മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം ഉന്നയിക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് SDPI ആണ്, പോപ്പുലർ ഫ്രണ്ട്. അവർ PFI നിരോധിക്കുന്നതിന് മുമ്പ് അവരൊന്ന് വലിയ റൂട്ട് മാർച്ചൊക്കെ നടത്തിയായിരുന്നു. മലപ്പുറം ജില്ലയെ വിഭജിക്കണം, തിരൂര് കേന്ദ്രമായിട്ട് വേറെ ജില്ല പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ജില്ലാ വിഭജനത്തിൻ്റെ ഇപ്പോൾ KP അബ്ദുൾ മജീദ്, UDF-ന്റെ ജില്ലാ ചെയർമാനായിട്ടുള്ള KP അബ്ദുൾ മജീദാണ് ഈ ആവശ്യം ഇന്നലെ വീണ്ടും പറഞ്ഞിട്ടുള്ളത്, റൈസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് അത് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ മാറ്റണം, എന്നാലേ എല്ലായിടത്തും വികസനത്തിൻ്റെ വിതരണം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെയാണ് പുള്ളി പറയുന്നത്. ഒരു വശത്ത് നോക്കുമ്പോൾ നമുക്ക് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, മറുവശത്ത് നോക്കുമ്പോൾ ശരിയല്ലേ എന്ന് വെച്ചാൽ ശരിയല്ല. കാരണം 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയ്ക്ക് ഒരു ജില്ലയുണ്ട്, 5 മണ്ഡലങ്ങളുള്ള ഇടുക്കിക്ക് ഒരു ജില്ലയുണ്ട്, 3 മണ്ഡലങ്ങളുള്ള വയനാട്ടിന് ജില്ലയുണ്ട്. പക്ഷെ അവിടുത്തെ ഭൂവിസ്തൃതിയും കൂടി കണക്കെടുക്കണം. പത്തനംതിട്ട എന്നാൽ അത്രയും ഭൂവിസ്തൃതി ഉള്ളതല്ല. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഇവർ പറയുന്നത് ന്യായമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യായമാണ് എന്ന് തത്വത്തിൽ നമുക്ക് അംഗീകരിക്കാം. ആദ്യം SDPI ഇത് പറഞ്ഞെങ്കിലും പിന്നീട് ഇടതു മുന്നണിയിൽ നിന്ന് വിടുകയും വിട്ടുകഴിഞ്ഞതിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അൻവർ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കാനാണ് കരുതിയിരുന്നത്. അവസാനമാണ് അൻവറിന് ബേപ്പൂരോട്ടാവുന്നത്. അപ്പം മലപ്പുറം ജില്ല വിഭജിക്കണം എന്നൊക്കെ പറഞ്ഞ് അന്ന് നമ്മളൊക്കെ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഒതായി കേന്ദ്രമായിട്ട് കളക്ട്രേറ്റും കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ കോളേജൊക്കെ അവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുള്ളി സെമിനാറുകളൊക്കെ നടത്തി എന്തിനാണെന്ന് വെച്ചാൽ പുതിയൊരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുമ്പം ആ ഒരു വികാരമുള്ള കുറച്ച് ആളുകളെ കൂടെ കൂട്ടാമെന്നുള്ള കരുതിയിട്ടാണ്. പക്ഷെ അത് കഴിഞ്ഞ് ബേപ്പൂരിട്ട് സ്ഥാനാർത്ഥിയായിട്ട് പോയി UDF-ന്റെ അസോസിയേറ്റ് മെമ്പറും ആയതിനു ശേഷം പിന്നീട് മലപ്പുറം ജില്ലയും ഒന്നും വിഭജിക്കേണ്ട പുള്ളിക്ക്. വല്ല അലുവയും കേക്കൊക്കെ വിഭജിച്ച് കഴിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ വേറൊന്നും വിഭജിക്കേണ്ട ആവശ്യമില്ലാത്ത അവസ്ഥയിലെത്തി. അപ്പം ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനസംഖ്യ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മണ്ഡലങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലകൾ വിഭജിക്കണം എന്നുണ്ടെങ്കിൽ ജില്ലകൾ വിഭജിക്കണം എന്ന് പറയുന്നതിനകത്ത് അവർ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കളക്ട്രേറ്റ് വരും. 2, ആളുകൾക്ക് കളക്ട്രേറ്റിലേക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും. അവരുടേതായ ഒരു ഏരിയ വേർതിരിച്ചുകൊണ്ട് അങ്ങനെ വിഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയ്ക്ക് വിഭജിക്കാൻ പിന്നെയും കുറച്ചുകൂടെ സാധ്യതയുണ്ട്. വയനാടും അതിൻ്റെ കൂടെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് തിരുവമ്പാടിയും മലപ്പുറം ജില്ലയിൽ നിന്ന് നിലമ്പൂരും വണ്ടൂരും കൂടെ കൂട്ടിയിട്ട് ജില്ലയ്ക്ക് ആക്കാം വേണമെങ്കിൽ. പക്ഷേ അങ്ങനെ ആക്കുമ്പോഴും ഇവിടെ നിന്നുള്ളവർക്ക് ചുരം കയറി അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അവർക്ക് അവിടെ, കാരണം അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബത്തേരി വേണം വരാൻ, സുൽത്താൻ ബത്തേരി വേണം വരാൻ, അല്ലെങ്കിൽ മാനന്തവാടി ആക്കണം. അപ്പം അങ്ങോട്ട് കയറിപ്പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അത്രയും ദുർഘടമായ വഴികളാണ്. പിന്നീട് ഇവർ പറയുന്നത് അപ്പോൾ കളക്ട്രേറ്റ്, ജില്ലാ ആശുപത്രി എല്ലാം മെഡിക്കൽ കോളേജ്, എല്ലാ ജില്ലയ്ക്കും ഇപ്പം മെഡിക്കൽ കോളേജ്, താലൂക്ക് ആശുപത്രികളെയൊക്കെ ജില്ലാ ആശുപത്രി എന്നും പേരിട്ട് വിളിക്കുന്നു, ജില്ലാ ആശുപത്രികളെയൊക്കെ മെഡിക്കൽ കോളേജിൽ നിന്നും പേരിട്ട് വിളിക്കുന്നു. ഇനിയിപ്പോൾ എന്നാണ് വില്ലേജ് ഓഫീസുകളെയൊക്കെ താലൂക്ക് ഓഫീസിൽ നിന്നും താലൂക്ക് ഓഫീസുകളെയൊക്കെ കളക്ട്രേറ്റിൽ നിന്നും പേരിട്ട് വിളിക്കുക എന്ന് നമുക്കറിയത്തില്ല. എന്തായിരുന്നാലും
അതൊക്കെ വളരെ രസകരമായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ വളരെ കൗതുകകരമായിട്ടുള്ള ചില കാഴ്ചകളായിരുന്നു. ആരും LP സ്കൂളിന് കൊണ്ടിട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ബോർഡ് വെക്കാതിരുന്നാൽ മാത്രം മതിയായിരുന്നു, അത്രയേ ഉള്ളൂ. കാരണം അതോടുകൂടി അല്ലെങ്കിൽ LKGക്ക് പോയിട്ട് പിന്നെ കോളേജ് എന്ന് പറഞ്ഞിട്ട് പേര് വെക്കാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുമ്പോൾ SP ഓഫീസ് വരും, പിന്നെ ബാക്കിയുള്ള ജില്ലാ തലത്തിലുള്ള എല്ലാ ഓഫീസുകളുടെയും കാര്യാലയങ്ങൾ അവിടെ വരും. അങ്ങനെ വരുമ്പം പിന്നെ ഫയലുകൾ പെട്ടെന്ന് നീങ്ങും എന്നൊക്കെയുള്ളതാണ് പറയുന്നത്. പക്ഷേ എനിക്കതിനകത്ത് കൗണ്ടർ പറയാനുണ്ട്. കേരളത്തിൻ്റെ തലസ്ഥാനം അവിടെ കിടക്കുന്നത് തിരുവനന്തപുരത്ത്. ഇന്ത്യയിലെ ഒരുവിധ എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനം നേരെ കീറി മുറിച്ച് പോയിട്ട് മധ്യഭാഗത്തൊന്നും അല്ലെങ്കിലും ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ചെന്നൈ ആണെങ്കിലും ബംഗളൂരു ആണെങ്കിലും മുംബൈ ആണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും പിന്നെ വിശാഖപട്ടണം ആണെങ്കിലും ഒക്കെ വരുന്നത് ഒരു അറ്റത്ത് കൊണ്ടുപോയി വെച്ചിട്ടില്ല. ഇതൊരു സുനാമി അടിച്ചു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് പോകുന്നേ. ശംഖുമുഖത്തിന് ഇച്ചിരി അവിടെ നിന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ കടൽ തീരത്തോട്ട് പോകാൻ. അപ്പം അങ്ങനെ നിൽക്കുന്ന പിന്നെ സ്ഥലത്താണ് കൊണ്ടുപോയി വെച്ചേക്കുന്നത്. കാസർഗോഡ് നിന്നുള്ളത് തന്നെ അങ്ങോട്ട് പോകണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ പോകണ്ടേ, ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടാവത്തില്ലേ, സംസ്ഥാന തലത്തിലുള്ള ഓഫീസുകളിൽ പോകണ്ടേ, DGP ഓഫീസിൽ ആവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഒന്ന് കാണണമെന്നുണ്ടെങ്കിലോ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നത്തെ നമ്മൾ ജനസംഖ്യാടിസ്ഥാനത്തിലിരുന്ന് നോക്കിക്കാണുമ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലും 2026 സെൻസസ് പ്രകാരം 2410 ലക്ഷം പേരുണ്ട്. 241 ദശലക്ഷം പേര്, അതായത് 24 കോടി പിന്നെ 10 ലക്ഷം പേര്. എവിടെ? ഉത്തർപ്രദേശിൽ. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള 24 കോടി 10 ലക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ജനസംഖ്യ എത്രയാ? 3.5 കോടി. 3.5 കോടിയുള്ള കേരളത്തിന് 140 MLA-മാരുണ്ട്, 20 MP-മാരുണ്ട്. നമ്മളെ 7 ഇരട്ടി ജനസംഖ്യയുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റിയുള്ള ഉത്തർപ്രദേശിന് 80 MP-മാരേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർക്ക് 140 MP-മാർ കൊടുക്കണം ജനസംഖ്യാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. ഉത്തർപ്രദേശ് ഒരു പ്രത്യേക രാജ്യമാണെന്ന് കൂട്ടിക്കോ. ഇന്ത്യയുടെ മൊത്തം വലുപ്പത്തിൻ്റെ 16.5% വരുന്നുണ്ട് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് ഒരു രാജ്യമാണെങ്കിൽ ലോകത്തെ ജനസംഖ്യയിൽ 5ാമത്തെ രാജ്യമോ അങ്ങനെയുണ്ട്. ലോകത്തെ ജനസംഖ്യയിൽ 5ാമത്തെ രാജ്യമാണ്. ഈ പിന്നെ ബ്രിട്ടനും കാനഡയും ബാക്കിയുള്ളതും ഗൾഫ് രാജ്യങ്ങളും ഇതൊന്നും ചിത്രത്തിലില്ല. ലോകത്തെ 5ാമത്തെ രാജ്യമായിട്ട് മാറുകയാണ്, ഒരു സംസ്ഥാനമാണ്. അപ്പം അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ലോകത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് തുല്യമായിട്ടുള്ള പദവിയാണെന്ന് അർത്ഥം യോഗി ആദിത്യനാഥ് ഇരിക്കുന്നത്. അതിന് മുമ്പ് അല്ലെങ്കിൽ അഖിലേഷ് യാദവ് വരുന്നത്. 2ാമത്തെ ജനസംഖ്യയിൽ നിൽക്കുന്നത് മഹാരാഷ്ട്രയാണ്, 12 കോടി ഉണ്ട്. 3ാമത് ജനസംഖ്യയുള്ളൂ ഉത്തർപ്രദേശിൻ്റെ നേർപകുതി. പക്ഷെ 12 കോടി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ 3 ഇരട്ടിയിലധികം ഉണ്ട്. 3ാമത് നിൽക്കുന്നത് ബീഹാറാണ്, 11.5 കോടിയാണ്. അതും കേരളത്തിൻ്റെ 3 ഇരട്ടിയിലധികം ഉണ്ട്. അതോടൊപ്പം തന്നെ വെസ്റ്റ് ബംഗാൾ നിൽക്കുന്നത് 10.5 കോടിയാണ്. അതും കേരളത്തിൻ്റെ 3 ഇരട്ടിയിലെ 10.6 കോടി. അപ്പം ഇങ്ങനെ നിൽക്കുമ്പം അവിടെയൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റുകളെല്ലാം നേരത്തെ വിഭജിക്കുക. ബംഗാളിൽ 3 കഷ്ണം, പിന്നെ ഉത്തർപ്രദേശിൽ 7 കഷ്ണം ഒക്കെ ആയിട്ട് അങ്ങനെ വിഭജിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ. ഇനി തിരിച്ച് ഇത് കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ഗോവ അല്ലെങ്കിൽ പുതുച്ചേരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു സാധനമാണ്, ഇത്രയേ ഉള്ളൂ. കൈ പിടിക്കാനുള്ള എടുത്തുകൊണ്ട് ഒരു ചാക്കിനകത്താക്കി എടുത്തുകൊണ്ട് നടക്കാനുള്ള സാധനമേ ഉള്ളൂ. നോർത്ത് ഈസ്റ്റിലെ സ്റ്റേറ്റുകൾ മുഴുവൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത്, ഒക്കെ ചെറുതാണ്. സിക്കിമും മറ്റേതും എല്ലാം പിന്നെ മണിപ്പൂരും ഒക്കെ ചെറുതാണ്. സത്യത്തിൽ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതുച്ചേരിയിൽ നിന്ന് മാഹി വേർപെടുത്തി കേരളത്തോടെ ചേർക്കേണ്ടത്. കാരണം പുതുച്ചേരിയിലെ ആളുകൾക്കൊരാവശ്യത്തിന് നിയമസഭ അല്ലെങ്കിൽ അവിടെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ പോണ്ടിച്ചേരി പോകണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ്. അതേസമയം കേരളത്തിനോട് ചേർന്നിട്ടാണെങ്കിൽ അവർക്ക് തിരുവനന്തപുരത്ത് പോകാൻ അത്ര എളുപ്പമാണ്. സത്യത്തിൽ അന്നത്തെ സ്ഥിതിയിൽ നിന്ന് ഈ ഫ്രഞ്ചുകാരെടുത്തും പോർച്ചുഗീസുകാരെടുത്തും ഉള്ള സ്ഥലങ്ങൾ നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നീട് പിടിച്ചെടുത്തപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ചില നിയമങ്ങളാണ്, അതൊക്കെ എടുത്തു കളയേണ്ട ആവശ്യമുണ്ട്. കാശ്മീരിൻ്റെ സ്പെഷ്യൽ ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞതുപോലെ. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളല്ല കളക്ട്രേറ്റ് വരും, SP ഓഫീസ് വരും, മെഡിക്കൽ കോളേജുകൾ വരും, ജില്ലാ കോടതി വരും, ജില്ലാ ഓഫീസുകൾ വരും, ഇതൊക്കെ വരും. അപ്പം ഞാൻ പറയട്ടെ, സ്റ്റേറ്റുകൾ വിഭജിക്കുകയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഇത്രയും ജനസംഖ്യയുള്ള 80 പിന്നെ ലോക്സഭാ സീറ്റുള്ള 2410 ലക്ഷം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിനെ ഒരു 7 വിഭജിച്ച് കഴിഞ്ഞാൽ 7 സെക്രട്ടേറിയറ്റ് വരും, 7 DGP വരും, 7 ചീഫ് സെക്രട്ടറി വരും, ബാക്കിയുള്ള വകുപ്പുകളുടെ എല്ലാം കാര്യാലയങ്ങൾ വരും, ഇല്ലേ? തീർച്ചയായിട്ടും. അപ്പം അവിടെ ഞാൻ പറഞ്ഞേക്കാം, ഈ കണക്കുകൾ തമ്മിൽ നമ്മൾ എടുത്തു നോക്കണം. നോർത്ത് ഈസ്റ്റിലേക്ക് വേറെ സിറ്റുവേഷനാണ്. നോർത്ത് ഈസ്റ്റിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇടുക്കിയുടെയും വയനാട്ടിൻ്റെയും കാര്യം പറഞ്ഞ പോലെയാണ്. കാരണം ഗതാഗത സൗകര്യങ്ങളുടെ ദുർഘടമാണ്, കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട്, ബാക്കിയുള്ളതുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു സംസ്ഥാനമായിട്ട് തന്നെ നിൽക്കുക.
ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ വിഭജിക്കണം. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇദ്ദേഹം ശ്രദ്ധിച്ചിട്ടുള്ളത് ഇത് SDP മുദ്രാവാക്യമാണ്. SDP മുദ്രാവാക്യം എങ്ങനെ UDF മുദ്രാവാക്യമായിട്ട് മാറുന്നു? ഒന്ന്. രണ്ട്, SDP മുദ്രാവാക്യത്തിന് രണ്ടാമത് മൈലേജ് കൊടുക്കുന്നത്, ഇന്ധനം ഒഴിച്ചു കൊടുക്കുന്നത്, പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നത് PV അൻവറാണ്. പിന്നെ അങ്ങനെ ഒരു ജില്ലാ വിഭജനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ക്ലാഷ് ഉണ്ടാവും. അതിനകത്ത് കമ്മ്യൂണലായിട്ടുള്ള ഇഷ്യൂസ് വരെ വരും സത്യത്തിൽ. കാരണം മലപ്പുറം ജില്ല 16 മണ്ഡലം ഉണ്ടായി. മുമ്പ് 12 മണ്ഡലമായിരുന്നു. പിന്നെ എന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇവർ പറയുന്ന ഇതിനു മുമ്പ് ഇപ്പം സ്റ്റാലിൻ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. സ്റ്റാലിൻ പറഞ്ഞ ഉത്തരേന്ത്യക്കാർ ജനസംഖ്യാ നിയന്ത്രണം നടത്തുന്നില്ല, അവർ പിന്നെ അങ്ങനെ ജനസംഖ്യാ നിയന്ത്രണം നടത്താത്തതുകൊണ്ട് അതിന് വേണ്ട ഉപാധികൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് അവിടെ ജനസംഖ്യ കൂടുന്നത്. ഇവിടെ ഞങ്ങളങ്ങനെ ചെയ്യാത്തത് തെറ്റാണോ എന്ന് ചോദിച്ചതുപോലെ തന്നെ പത്തനംതിട്ടക്കാരും ബാക്കിയുള്ളവരും ഒക്കെ കൃത്യമായിട്ട് ജനന നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തി ആധുനിക കാലത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ 8ഉം 10ഉം പിന്നെ പ്രസവിക്കുന്നു എന്ന് പറയുന്ന അതേ ഭാഷ ഇവിടെ പ്രയോഗിക്കേണ്ടി വരും. അങ്ങനെ വന്നിട്ട് അതുകൊണ്ടാണല്ലോ 12 മണ്ഡലം 16 മണ്ഡലം ആവുന്നത്. അതുകൊണ്ടാണല്ലോ അപ്പുറത്തെ മണ്ഡലം കുറഞ്ഞത്. അപ്പം ഈ ജില്ലയെ വിഭജിക്കണമെന്ന ആവശ്യം ന്യായയുക്തമല്ല. എല്ലാ ജില്ലയ്ക്കകത്തും പിന്നെ ഈ യാത്രാ പിന്നെ പ്രശ്നങ്ങളുണ്ട്. കണ്ണൂർ ജില്ലയ്ക്കകത്തുണ്ട്, പിന്നെ കാസർഗോഡ് ജില്ലയ്ക്കകത്തൊക്കെ എക്സസ് ലാൻഡുകൾ കണ്ടമാനം കിടപ്പുണ്ട്. പോപ്പുലേഷൻ ഒന്നും ഇല്ലാത്ത ലാൻഡുകൾ അങ്ങനെ കിടപ്പുണ്ട്. ഇടുക്കിയും വയനാടും പോലും വലിയ ജില്ലകളാണല്ലോ. കാരണം ആയിരക്കണക്കിന് ഏക്കർ തോട്ടങ്ങൾ കഴിഞ്ഞിട്ട് വേണം ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിൽ പോകാൻ. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അനാവശ്യമായിട്ടുള്ളൊരു സ്ലോഗനാണ്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അതിനെ മുസ്ലിം ലീഗ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് മാന്യമായൊരു നിലപാടെടുത്തിട്ടുള്ളത്. അപ്പം SDP അജണ്ട നടപ്പിലാക്കുക എന്നതാവരുത് PV അൻവറിൻ്റെയും UDF പിന്നെ ഉത്തരവാദിത്വം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. അവരുടെ കാഴ്ചവെട്ടുള്ള മണ്ണ് തന്നെ ഒഴിച്ചു പോകുക, സംശയമൊന്നുമില്ല. കാരണം മലപ്പുറം മാത്രമല്ല കേരളം എന്ന് പറഞ്ഞാൽ എന്നുള്ള ഒരു പ്രാഥമിക ബോധം അവർക്കുണ്ടാവണം.